തന്നോടാ ചോദിച്ചേ. അത് രാത്രി നല്ല തണുപ്പല്ലേ സർ? സാറാണെങ്കിൽ AC ഓഫ് ചെയ്യുകയും ചെയ്തു. അപ്പൊ കൂടുതൽ തണുപ്പായി. അർദ്ധരാത്രി ആയപ്പോ നല്ല തണുപ്പായിരുന്നു. അപ്പൊ ഞാൻ പായിന്ന് എഴുന്നേറ്റ് ലൈറ്റിട്ട് സാറിനെ എഴുന്നേൽപ്പിക്കണ്ടെന്ന് കരുതി ഇരുട്ടില് കൈ കെട്ടി എന്തോ എടുത്ത് എന്റെ ദേഹത്തിട്ടതാ. സാറിന്റെ ഷർട്ടാന്ന് ഞാൻ കണ്ടതേയില്ല. എടോ, അതിന് താൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? എന്റെ ഷർട്ട് താനിട്ടാൻ എനിക്ക് എന്താ കുഴപ്പം? പിന്നെ താൻ ഈ പറഞ്ഞ കാര്യം എന്തായാലും എനിക്ക് വ്യക്തമായിട്ടില്ല. ഞാൻ AC ഓഫ് ചെയ്തുകൊണ്ട് മുറിയിലെ തണുപ്പ് കൂടിയോ? അത് കാരണം തനിക്ക് വല്ലാതെ തണുത്തോ? എന്നിട്ട് താൻ പുതപ്പെടുക്കുന്നതിന് പകരം എന്റെ ഷർട്ട് അങ്ങെടുത്തോ? സാറിനെന്താ ഞാൻ പറഞ്ഞ വിശ്വാസം വന്നില്ലേ? അല്ലതോ സാറിന്റെ ഷർട്ട് ഞാനെന്തിനാ എടുക്കുന്നത്? ഓ, ഞാനിതിപ്പോ തന്നെ കൊണ്ട് കഴുകിയിട്ടോളാം. അതൊന്നും വേണ്ട, തൽക്കാലം ഇതിവിടെ ഇരിക്കട്ടെ. അയ്യോ വേണ്ട സർ. ഇരിക്കട്ടോ. ഞാനേ പോയിട്ട് വാ. ഇവിടെ വെക്കേ. ഞാൻ പോട്ടെ സർ. അല്ലാത്ത യാത്ര പറച്ചിലാണല്ലോ. എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. രാജേട്ടൻ നേരത്തെ എഴുന്നേറ്റെന്ന് തോന്നല്ലോ. എന്താ സാർ? എന്താ പറ്റി സാർ? ഈ പാലൊക്കെ എനിക്ക് വേണം. അയ്യോ, അപ്പൊ സാർ ചായ ഇടണ്ടേ? ചായ ഇടുക, കാപ്പി ഇടുക, എന്ത് വേണോ ചെയ്തോ, അതൊന്നും എനിക്കറിയണ്ട. ഈ പാല് എനിക്ക് ആവശ്യമുണ്ട്. ചായക്ക് പാല് വേണമെങ്കിലേ നീ പുറത്തു പോയി മേടിക്കും. ചെല്ല് ചെല്ല് ചെല്ല്. രാജു, എടാ രാജു, എടാ രാജു. ഇവനിത് എവിടെ പോയി കിടക്കുന്നു? എടാ രാജു. നേരം വെളുത്തപ്പോഴേ ആവശ്യമില്ലാത്ത ശബ്ദങ്ങളോ. നേരം രാജു. എന്താ സാറേ? എന്താ സാറേ? എന്താ സാറേ? ഈ നേരമായിട്ടും നിനക്ക് എണീക്കാറായില്ലേ? ഉറങ്ങിപ്പോയി സാറേ. അങ്ങനെ നിനക്ക് തോന്നുമ്പോ കിടന്നുറങ്ങാനല്ല കൃത്യമായിട്ട് ശമ്പളം തരുന്നത്. നീ ഇതുവരെ പോയില്ലേ? എങ്ങോട്ടാ മോളെ? അത്
ഈ പാല് വിജയ് സാറിന് വേണമെന്ന്. പോയി വേറെ വാങ്ങിക്കാൻ പറഞ്ഞു. അതിന് മോളെന്തിനാ പോണേ? ഞാൻ പോയി മേടിച്ചോണ്ട് വരാം. നീ എവിടേക്ക്? അതെന്താ അവള് പോയാൽ പാല് കിട്ടില്ലേ? കിട്ടും. കിട്ടുമെങ്കിൽ അവള് പോയിട്ട് വരും. നിന്നെ എനിക്കിവിടെ ആവശ്യമുണ്ട്.